ഞാൻ കാലത്ത് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി മീറ്റിംഗിലായിരുന്നു. എനിക്കതൊന്നും മനസ്സിലാക്കാനോ വിശദാംശങ്ങൾ സംബന്ധിച്ചിട്ട് ആരായുന്നതിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ചിട്ട് വിധി പകർപ്പൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഉചിതം. അല്ലാതെ എന്തെങ്കിലും പറയുന്നത് ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഔചിത്യം പൂർണ്ണമായിരിക്കില്ല എന്നാണ് കരുതുന്നത്. ഈ നേരത്തെ ഇല്ലാതിരുന്ന രണ്ട് പ്രതികളെ ഇതിനകത്ത് വീണ്ടും അത് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഉൾപ്പെടെ അതെന്താണ് അതിന്റെ വിശദാംശങ്ങളെന്ന് പരിശോധിച്ചതിന് ശേഷം അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നതാണല്ലോ ഒരു ഉചിതമായ നിലപാട്. ഈ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന ഇതെല്ലാ കാര്യങ്ങളും ഞാനീ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഒന്നും മനസ്സിലാക്കാൻ പൂർണ്ണമായി പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇത് ടെലിവിഷൻ ചാനലുകളിൽ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകന്മാർ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു, അതുപോലെ മറ്റ് ചിലരും വിളിച്ചപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇല്ലില്ല, ഒന്നും ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഞാനിതൊന്നും ഫോണിൽ പോലും ഇത് സംബന്ധിച്ച ചാനൽ വാർത്തകൾ ശ്രദ്ധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. പിന്നെ നിശ്ചയമായി എന്തെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കുമല്ലോ. അതിലെന്താ തർക്കം? എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ CPM പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളെന്തിനാണ് അതിലിങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്? എന്നാൽ ശരി, എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അതിന്റെ വിധിയുടെ പൂർണ്ണരൂപം കണ്ടതിന് ശേഷം നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കാം. ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെച്ചതിലൂടെ CPM നടത്തിയ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെയും ഈ കേസിനെ പറ്റിയിട്ടൊക്കെ ഇതിന്റെ വിധിയെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം പറയുന്നവർ ചിലരൊക്കെ, എല്ലാവരും ഞാൻ പറയില്ല, ചിലരൊക്കെ അതിൽ ചിലപ്പോൾ ചില മാധ്യമങ്ങൾ കണ്ടേക്കാം. ചിലരൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചും അതുപോലെ നിലപാടുകൾക്കനുസരിച്ചൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവാം. അതിന്റെ മേലെയൊന്നും കയറിയിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുടെ അത്തരം വ്യാഖ്യാനങ്ങളുടെ മേലെയൊന്നും കയറി അഭിപ്രായം പറയാൻ ഇപ്പം എന്തായാലും നമ്മൾ സന്നദ്ധമല്ല. വിധിയുടെ പൂർണ്ണരൂപം കണ്ടതിന് ശേഷം എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഒരു ശരിയായ നിലപാട്. ശരി, ഓക്കെ. TP കേസിൽ ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് P. മോഹന്റെ പ്രതികരണം.